നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ എങ്കിൽ അത് മാറ്റാൻ എന്തു ചെയ്യാം? നമസ്കാരം, എല്ലാവർക്കും നവഗ്രഹ ആസ്ട്രോസറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ജ്യോതിഷവശാൽ ജാതകത്തിൽ വ്യാഴം 6, 8, 12 മറഞ്ഞു നിൽക്കുന്നവർക്ക് സാമ്പത്തിക പ്രതിസന്ധികളും സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവർക്ക് വ്യാഴം ഗോചരവശാൽ അനുകൂല ഭാവങ്ങളിൽ വന്നാൽ തന്നെയും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടുവരുന്നില്ല. നമ്മളുടെ ഈ ജന്മത്തിലെ അനുഭവങ്ങളെല്ലാം മുജ്ജന്മ കർമ്മഫലം മൂലമാണ് എന്നാണ് ജ്യോതിഷ വിശ്വാസം. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും കാരണം മുജ്ജന്മ കർമ്മഫലമാണ്. നമ്മൾക്ക് ഈ ജന്മത്തിൽ സാമ്പത്തിക പ്രതിസന്ധികളോ സാമ്പത്തിക നഷ്ടങ്ങളോ ദാരിദ്ര്യമോ ദുഃഖമോ അനുഭവിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം നമ്മളുടെ മുജ്ജന്മമാണ്. നമ്മൾ മുജ്ജന്മത്തിൽ മറ്റാരുടെയെങ്കിലും ധനം അപഹരിക്കുകയോ വാങ്ങിയിട്ട് അത് തിരിച്ച് മടക്കി നൽകാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മൾ ഈ ജന്മത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാവുകയും കടബാധിതരായി തീരുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് എന്താണ് പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ദാനമായി നൽകുക. അപ്പോൾ നമ്മൾ ഈ ജന്മത്തിൽ ദാനം ചെയ്യുന്നതിലൂടെ മുജ്ജന്മ കർമ്മഫലത്തിന് അതിൽ നിന്നും നമ്മൾ മുക്തരാവുകയും നമ്മളിലേക്ക് സമ്പത്ത് ഐശ്വര്യം ഇവ വന്നു ചേരുന്നതിനും കാരണമായി തീരും. നമ്മളുടെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ദാനത്തിനായി മാറ്റിവെക്കുക. എല്ലാ വൻകിട കോർപ്പറേറ്റ് കമ്പനികളും അവരവരുടെ ലാഭവിഹിതത്തിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നതായി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദാനം വിപത്തിനെ തടയും. ദാനത്തിന്റെ മഹത്വത്തെ പറ്റി എല്ലാ മതഗ്രന്ഥങ്ങളിലും വിവരിക്കുന്നുണ്ട്. അത്ര ശ്രേഷ്ഠമാണ് ദാനം. നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ ദാനം ചെയ്യുന്നത് തുടരുക. അർഹതപ്പെട്ടവർക്ക് നൽകുന്ന ദാനത്തിലൂടെ നമ്മളുടെ കഷ്ടനഷ്ടങ്ങളും മുജ്ജന്മ കർമ്മദോഷ ശാപദുരിതങ്ങളും അകന്നു പോവുകയും നമ്മളിലേക്ക് സമ്പത്ത് ക്രമേണ വന്നു ചേരുകയും ചെയ്യും. നമ്മളിലേക്ക് സമ്പത്ത് വരുമ്പോൾ അത് നന്ദിപൂർവ്വം സ്വീകരിക്കുക. നമ്മൾ സമ്പത്ത് അല്ലെങ്കിൽ പൈസ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുക്കുക: ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, നിന്നെ തൊടുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുക. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകൂ, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകൂ. 10 ലക്ഷം മടങ്ങായി നീ എന്നിലേക്ക് തിരികെ വരും. ഇത് ഒരു ബാബിലോണിയൻ സൂക്തത്തിന്റെ പരിഭാഷയാണ്. ബാബിലോണിയൻസ് മികച്ച സാമ്പത്തിക ഭദ്രതയുള്ള ആൾക്കാരായിരുന്നു, വളരെ വിദഗ്ധ സാമ്പത്തിക വിദഗ്ധന്മാരായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം നമ്മളുടെ കയ്യിലേക്ക് സമ്പത്ത് പൈസ വരുമ്പോൾ അത് നന്ദിപൂർവ്വം സ്വീകരിക്കുക. നമ്മൾക്ക് പൈസ ലഭിക്കുമ്പോൾ ഓരോ സമയവും അത് നന്ദിയോടുകൂടി സ്വീകരിക്കുക. അതോടൊപ്പം നമ്മൾ എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും രാവിലെ ഉണർന്നെണീറ്റ ഉടനെയും നമ്മളുടെ കയ്യിലുള്ള എത്ര കുറഞ്ഞ പൈസയാണെങ്കിൽ പോലും ആ പൈസ എടുത്ത് തൊഴുത് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള സമ്പത്തിന് നന്ദി പറയുമ്പോൾ നമ്മളിലേക്ക് കൂടുതൽ വർദ്ധിച്ചു വരുന്നതായി കാണാം. അതോടൊപ്പം നമ്മൾ സാധുക്കൾക്കായി ദാനധർമാദികൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ ഭൂമിയിലെ സമ്പത്തിൻ്റെ വിതരണക്കാരനായി നിയമിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ ദൈവം നമ്മളിലൂടെ ഈ ഭൂമിയിലേക്ക് സമ്പത്ത് അർഹതപ്പെട്ടവരുടെ ദാരിദ്ര്യ ദുഃഖങ്ങൾ മാറ്റുവാനായി നമ്മളിലൂടെ ദൈവം അവിടേക്ക് സമ്പത്ത് എത്തിക്കും. അങ്ങനെ നമ്മളുടെ സമ്പത്ത് ക്രമേണ വർദ്ധിച്ചു വരുന്നതായും കാണാം. സാമ്പത്തിക പ്രതിസന്ധി മാറുന്നതിനായി നിത്യവും കനകധാരാ സ്തോത്രം ജപിക്കുന്നതും മഹാലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുന്നതും ഗുരു ഉപദേശപ്രകാരം മഹാലക്ഷ്മി മന്ത്രവും കുബേര മന്ത്രവും ജപിക്കുന്നതും ധനവർദ്ധനവിന് സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉത്തമമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി സമ്പന്നരാകുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ
നിങ്ങൾ താഴെ എസ് എന്ന് കമന്റ് ചെയ്യുക. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ. നന്ദി.